അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫഖ്റുദ്ദീൻ പന്താവൂർ. ഫാത്തിമ ഹുസ്ന എന്നൊരു പെൺകുട്ടി വളരെ സന്തോഷത്തോടെ ലൈഫ് നയിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ഉമ്മ സുബൈദ. ഈ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ ഒന്നോ രണ്ടോ വയസ്സാകുമ്പോഴാണ് ഇവരുടെ പിതാവ് വരെ ഉപേക്ഷിച്ചു പോകുന്നത്. ഒരു കല്യാണം പോലും കഴിക്കാതെ ഈ മകൾക്ക് വേണ്ടിയാണ് സുബൈദ ഉമ്മ ജീവിച്ചത്. അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഫാത്തിമ ഹുസ്ന പഠിക്കാൻ മിടുമിടുക്കി. 2 വർഷം മുൻപാണ് ഫാത്തിമ ഹുസ്നയുടെ കൈക്കൊരു വേദന വന്നത്. ആദ്യം അത് സാരമാക്കിയില്ല. പല പെൺകുട്ടികൾക്കും അങ്ങനെയാണ്, കൈക്ക് വേദന, കാൽക്ക് വേദന, നടക്കാൻ വയ്യ, അങ്ങനെ സാരമായിട്ട് വിട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വിവരം ആ സുബൈദുമ്മ അറിയുന്നത്. തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് മാരകമായ ബോൺ ക്യാൻസർ ആണെന്ന്. ആ കുടുംബമാകെ തകർന്നു. ഭാരിച്ച ചെലവ് വേണം സർജറിക്കും മറ്റും. എന്താണ് അവർ ചെയ്യുക? അവർ സാധാരണ വീടുകളിൽ ചെറിയ പണിക്ക് പോയിട്ടും തുന്നൽ നടത്തിയിട്ടും കഴിഞ്ഞിരുന്ന സുബൈദ ഉമ്മയുടെ സ്വപ്നം മുഴുവനും ഈ ഫാത്തിമ ഹുസ്ന എന്ന മിടുമിടുക്കിയായി മകളായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് ഈ ഉമ്മ ജീവിച്ചിരുന്നത്. വളരെ വലിയൊരു മാരകമായ ബോൺ ക്യാൻസർ എന്ന രൂപത്തിൽ തൻ്റെ മകളുടെ ജീവിതം കവർന്നെടുക്കാൻ വന്ന വിധിയെ എങ്ങനെ തോൽപ്പിക്കണമെന്നറിയാതെ സുബൈദ ഉമ്മ വല്ലാതെ കുഴങ്ങിപ്പോയി. അങ്ങനെ നാട്ടുകാരെ വിളിച്ചു, പള്ളിക്കമ്മിറ്റി മറ്റും എല്ലാവരും ഇടപെട്ടിട്ടും 15 ലക്ഷത്തോളം രൂപയാണ് സർജറിക്ക് വേണ്ടി വരുന്നത് എന്നറിഞ്ഞു. ഈ 15 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കാൻ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരെല്ലാവരും ഇറങ്ങി അവർക്ക് വേണ്ടി ചികിത്സാ സഹായ നിധിയുണ്ടാക്കി ആ പണം സ്വരൂപിച്ചു. ഫാത്തിമ ഹുസ്നയോട് പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ വേദനകളും മാറും. ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും വേദന കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി. അങ്ങനെ അവൾക്കൊരു സർജറി നടത്തി. മാഷാ അല്ലാഹ്, വളരെ സന്തോഷം. വേദനകളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഫാത്തിമ ഹുസ്ന പതിയെ കടന്നു വന്നു. ഒരു ദിവസം പോലും വേദനയില്ലാതെ ഫാത്തിമ ഹുസ്ന കഴിഞ്ഞിട്ടില്ല. ഓർമ്മയിൽ പോലും അവൾക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൾ സുഖമായി സന്തോഷത്തോടെ കിടന്നുറങ്ങി. അവളുടെ ക്ഷീണങ്ങൾ മാറി. വീണ്ടും അവൾ പഠിപ്പിലേക്ക് ശ്രദ്ധ വന്നു. ഈ അസുഖം വരുമ്പോൾ അവൾക്ക് 14 വയസ്സാണ്. ഇന്നിതാ സന്തോഷത്തോടു കൂടി ഫാത്തിമ ഹുസ്ന കഴിയാൻ. ആ കഴിയുന്നിടക്ക് കഴിഞ്ഞ ബലിപെരുന്നാൾ കഴിഞ്ഞിട്ട് മാസങ്ങളാവുന്നുള്ളൂ, വീണ്ടും വേദനകളിലേക്ക് വന്നു. ഫാത്തിമ ഹുസ്നക്ക് ഉറക്കം പോലും കഴിയുന്നില്ല. ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്ത അത്ര കഠിനമായ വേദന. വീണ്ടും ചികിത്സക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അധികം ഇവൾക്ക് ആയുസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ വേദന തിന്നുന്ന ഫാത്തിമ ഹുസ്ന മരണം പോലും അവൾക്ക് ഒരു രക്ഷാകവചം കൊടുത്തില്ല. പക്ഷേ ഇന്നലെ അവൾ മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേദനകളില്ലാത്ത, മരുന്നുകളില്ലാത്ത പടച്ച റബ്ബിൻ്റെ സ്വർഗീയ ലോകത്തേക്ക് 16 വയസ്സുള്ള ആ മിടുമിടുക്കി പതിയെ കടന്നുപോയി. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. കാസർഗോഡ് അതിർത്തി പ്രദേശമായ ഈശ്വരമംഗലത്താണ് ഇവരുടെ വീട്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇവരുടെ സഹായനിധിയുമായി ബന്ധപ്പെട്ട്, ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ അറിയുന്ന ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും ആ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത്രയും ദുരിതം അനുഭവിച്ചൊരു കുടുംബമാണ്. ആ ഉമ്മാക്ക് മകളായിരുന്നു ജീവിതം മുഴുവനും. നമ്മുടെ മുന്നിലൊക്കെ ഇതുപോലെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പടച്ച റബ്ബേ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ എന്നുള്ളത്. ഇങ്ങനെ എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് മരണമായിരിക്കാം ഖൈറ്. 16 വയസ്സാണ് മരണപ്പെടുമ്പോൾ ഈ ഫാത്തിമ ഹുസ്നയുടെ പ്രായം. നമുക്കും +1-നും +2-നൊക്കെ പഠിക്കുന്ന അത്രയും പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ടാവില്ലേ? എത്ര സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്ന ആളുകളാണവർ. ഇങ്ങനെ ഒരു മാരകമായ രോഗം കൊണ്ട് ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് പടച്ച റബ്ബ് പരീക്ഷിച്ചത് വലിയൊരു നന്മ അതിൻ്റെ പിന്നിലുണ്ടാവും. അവൾ സുന്ദരിയായി, സ്വർഗത്തിലെ സുന്ദരിയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കാണുന്ന ആളുകൾക്ക് ഈ ഒരു ഫാമിലിയെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ്. ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ 16 വയസ്സുള്ള ഫിദ എന്നൊരു പെൺകുട്ടി, നിലമ്പൂരാണ് അവരുടെ വീട്. അവരിപ്പോൾ ഒരു 10-17 വർഷമായിട്ട് താമസിക്കുന്ന നെട്ടൂർ ഭാഗത്താണ്, എറണാകുളം നെട്ടൂർ ഭാഗത്ത്, മരട് ആ ഒരു ഭാഗത്ത്. ഇന്നലെ ഈ ഒരു ഫിദ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നലെ വെള്ളിയാഴ്ച ഒരു രാവിലെ അടുത്ത വീട്ടിലെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കൊണ്ടിട്ട് അടുത്തൊരു പുഴയുണ്ട്, നെട്ടൂർ കുമ്പളം കായൽ. ആ കായലിൽ തള്ളാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് ഈ ബക്കറ്റ് ഇതിലേക്ക് വീണു, പുഴയിലേക്ക്, ഈ ഒരു കായലിലേക്ക് വീണു. അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ആ ഒരു ആഴങ്ങളിലേക്ക് ഈ പെൺകുട്ടി വഴുതി വീണുപോയി. അപ്പൊ ഇത് കണ്ടു നിൽക്കാണ് ഉമ്മ അലറി വിളിച്ചു. ആളുകൾ മുഴുവനും ഓടിക്കൂടി തെരച്ചില് തുടങ്ങി. പക്ഷേ ഇവർക്ക് ഈ പെൺകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ ഫയർഫോഴ്സും ഇതിന്റെ റെസ്ക്യൂ ടീമുകളും മുങ്ങൽ വിദഗ്ധരും എല്ലാവരും വന്ന് പരിശോധിച്ചു. പക്ഷേ ഇന്നലെ വൈകിട്ട് 6:30 ഈ പെൺകുട്ടിയെ കിട്ടിയത്. ആ സമയത്ത് അവർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. നിലമ്പൂരാണ് ഇവരുടെ വീട്. ഇവര് കുറച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു കുട്ടിക്ക് വേണ്ടി, ഫിദ എന്ന് പേരുള്ള 16 വയസ്സുള്ള പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിലമ്പൂരാണ് ഇവരുടെ സ്വദേശം നമുക്കറിയുള്ളൂ. ഈ ഒരു കുട്ടിക്ക്, ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണം. ഇന്നാണ് അവരുടെ മയ്യത്ത് കബറടക്കുന്നതും ചടങ്ങുകളൊക്കെ ഇങ്ങോട്ട് നിലമ്പൂർക്ക് കൊണ്ടുവരാണോ അതോ നെട്ടൂർ തന്നെയുള്ള ഈ ഒരു മരടിൽ തന്നെ അവിടെ തന്നെ കബറടക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. കൂട്ടത്തിൽ ഞാൻ ശനിയാഴ്ച ദിവസം ഒരു ചരിത്രം പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ 2 പെൺകുട്ടികളെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതായത് 10-16 വയസ്സായ ഒരു പെൺകുട്ടി, വാപ്പ ഇസ്മായിൽ എന്ന് പേരുള്ള ഒരാള്. ഒരുപാട് നല്ലൊരു മനുഷ്യനായിരുന്നു വാപ്പ, നല്ല സ്വാത്വികനായൊരു നല്ല മനുഷ്യൻ. പക്ഷേ വളരെ വലിയ പട്ടിണിയാണ്. നാട് മുഴുവനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാതെ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ആ സമയത്താണ് മാതാവും പിതാവും ഒക്കെ നേരത്തെ മരിച്ചുപോയി. ഈ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയും സഹോദരിമാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി. ആ സമയത്താണ് ഇവർ പറയും, നമുക്ക് നാട് വിടാം, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാം, നാട്ടിലാകെ കലാപങ്ങളും പ്രയാസങ്ങളുമാണ്. അങ്ങനെയാണ് ഈ ഒരു 4 പെൺകുട്ടികളും സഹോദരിമാരും കൂടി വീട് വിട്ടിറങ്ങി. ഒന്നും കിട്ടിയില്ല, ഒരു കഷ്ണം റൊട്ടി പോലും. അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ 4 ആളും 4 വഴിക്ക് നീങ്ങാം, എന്നിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 16 വയസ്സുള്ള 4ാമത്തെ പെൺകുട്ടി നടന്നു പോണ സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഈ പെൺകുട്ടിയെ പിടികൂടിയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ബസറയിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ബസറയിലുള്ള ഈ ഒരു 16 വയസ്സുള്ള പെൺകുട്ടി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വളരെ കുറഞ്ഞ തുകക്കാണ് ഈ പെൺകുട്ടിയെ ക്രൂരനായ ഒരു ചങ്ങാതി വാങ്ങി. അന്നിങ്ങനെ മനുഷ്യരെ ജാതി മതം നോക്കാതെ അടിമകളായിട്ട് വിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇസ്ലാം മതത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അങ്ങനെ കൊണ്ടുപോയി അവരെ നന്നായിട്ട് പണിയെടുപ്പിക്കും, ചെറിയ ഭക്ഷണം കൊടുക്കുള്ളൂ. പക്ഷേ വളരെ സ്വാത്വികയായിരുന്ന പെൺകുട്ടി ഇതൊക്കെ ക്ഷമയോടുകൂടി ചെയ്യും. ആ ഒരു വീട്ടിൽ വരുന്ന അതിഥികൾക്ക് മുന്നിൽ നന്നായിട്ട് നൃത്തം ചെയ്യിപ്പിക്കും, പാട്ടുകൾ പാടിപ്പിക്കും. പക്ഷേ വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ആരാധനയിൽ മുഴുകിയിരുന്ന ആ ഒരു 16കാരിയെ കണ്ടപ്പോൾ ഈ ഉടമസ്ഥന് പോലും അത്ഭുതപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്താണ് മോളെ പേര്? അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പേര് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. റാബിയ ബീവി, റാബിയയാണ്. 4ാമത്തോളം അർത്ഥത്തിലാണ് ആ ഒരു പേര് റാബിയ എന്നുള്ള പേരുണ്ടായത്. അവരുടെ ഉപ്പ ഇസ്മായിൽ വളരെ സ്വാത്വികനായ മനുഷ്യനായിരുന്നു. അങ്ങനെ പകല് മുഴുവനും യജമാനു വേണ്ടി നൃത്തം ചെയ്യാനും വീട്ടുജോലിയും ഒക്കെ ചെയ്തിട്ട് രാത്രി മുഴുവനും ആരാധനയിൽ മുഴുകുന്നത് കണ്ടപ്പോൾ ആ ഒരു 16 വയസ്സുകാരിയോട് വല്ലാത്തൊരു മമത തോന്നി യജമാനന്. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാൻ പോവാൻ, ഇനി നിനക്ക് സ്വതന്ത്രയായിട്ട് നടക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കി. അപ്പോൾ ഒരുപാട് മദ്യ സദസ്സുകളിൽ നൃത്തം ചെയ്തിരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ഭൂലോകത്തുള്ള എല്ലാവരും അറിയാൻ തുടങ്ങി. അങ്ങനെ ബസ്വറയിലെ ഒരു ചെറിയൊരു ആശ്രമം കെട്ടി പടച്ച റബ്ബിനോട് പ്രണയിച്ച്, എനിക്ക് നരകമോ സ്വർഗമോ എന്ത് വേണമെങ്കിലും റബ്ബേ നിനക്ക് തരാം, നിന്നോടുള്ള ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച റാബിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. 16 വയസ്സായിരുന്നു അവൾ അന്ന് ഇതുപോലൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രായം ക്ഷമയോടുകൂടി നേരിടുക. പിന്നീട് 80-90 വയസ്സിലാണ് ഒരുപാട് മഹത്തുക്കളുമായിട്ട് ബന്ധമുണ്ടാവുകയും അവരിൽ നിന്നൊക്കെ തസവുഫിൻ്റെ ഇൽമു സ്വീകരിക്കുകയും കവിതകളും സൂഫി കവിതകളും ചൊല്ലി അള്ളാഹുവിനെ പ്രണയിച്ചുകൊണ്ട് ജീവിച്ച, വിവാഹമൊന്നും കഴിക്കാതെ ജീവിച്ച ഒരു മഹതിയായ സ്ത്രീയാണ് റാബിയ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ ബർക്കത്ത് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിനൊക്കെ എല്ലാവരും കൃത്യമായിട്ടുള്ള ആൻസർ എഴുതി. നമ്മുടെ വയനാട് ദുരന്ത മേഖലയിൽ ഇന്നൊരു പ്രധാന VIP സന്ദർശിക്കുന്നുണ്ട്.
ആ VIP സന്ദർശന ഭാഗമായിട്ട് അവിടെ നടന്ന ജനകീയ തെരച്ചിലുകളൊക്കെ നിർത്തിവെച്ചു. ആരാണ് ഇന്ന് വയനാട് സന്ദർശിക്കുന്ന ഒരു പ്രധാന VIP? അയാളെ പേര് കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.